ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ഗോൾഡിൻ്റെ അനാലിസിസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പം നമ്മളൊരിക്കലും ഒരു റാൻഡമായിട്ടൊരു ട്രേഡ് ഡെയിലി ബേസിസിൽ ചെയ്യാറില്ല. നമുക്കൊരു സ്പെസിഫിക് ട്രേഡ് പ്ലാനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ രീതിയിൽ, അതായത് ഒരു മൊമെൻറ്റം തരാൻ വേണ്ടി മാർക്കറ്റ് പയ്യെ സെറ്റാകുമ്പോഴാണ് നമ്മളൊരു അനാലിസിസും കാര്യങ്ങളുമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 hour ക്യാൻഡിലാണ്. ഇപ്പം ഇവിടെ എനിക്കൊരു ഇവിടെ ഒരു ക്യാൻഡിൽ ഹൈ, ക്യാൻഡിൽ ഒരു ഇൻസൈഡർ ക്യാൻഡിൽ ടൈപ്പ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതായത് ഇതൊരു കൺസോളിഡേഷൻ ഫേസ് ആണ് മാർക്കറ്റിൽ. ഇത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതോ ഒരു സൈഡിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇത് എൻ്റെ ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു. മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് റിവേഴ്സിൽ പോകണമെന്നായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഇവിടുന്ന് ഒരു കുഞ്ഞു ട്രേഡ് നമ്മൾ ചെയ്തിരുന്നു. ഏകദേശം 1500 പിപ്പോളം നമുക്ക് ഗോൾഡിൽ ഈ ഒരു ട്രേഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 3315 ഒരു ഫസ്റ്റ് ടാർഗറ്റ്, 3319, പിന്നെ അതിൻ്റെ മേളിൽ ഈ ടോപ്പ് 3345 എന്ന് പറയുന്ന ഈ ടോപ്പ്, ഇതായിരുന്നു നമ്മുടെ ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് വെച്ചിരുന്നത്. പക്ഷേ 3315 വന്നപ്പോഴത്തേക്ക് ഏകദേശം അവിടെ നിന്നൊരു നമുക്ക് റിവേഴ്സൽ പാറ്റേൺ കാണുകയും നമ്മൾ ട്രെയിൽ ചെയ്ത് എക്സിറ്റ് ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ കൂടുതലും വന്നിരിക്കുന്നത് പറഞ്ഞ ഒരു കൺസോളിഡേഷനാണ്. സോ മാർക്കറ്റ് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഒരു ലോവർ റേഞ്ചിലാണ്. അതായത് ഇതൊരു സപ്പോർട്ട് സോണാണ്. റീസെൻ്റായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഇത്. അപ്പം ആ ഒരു സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പം ഇപ്പം ആ ഒരു ഡേറ്റ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇതൊരിക്കലും ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രേഡ് പ്ലാൻ അല്ല. ഇത് നമ്മളൊരു ഏർലി ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ്. റൈറ്റ്, ഇത് ഇപ്പം 12 മണിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ച് എങ്ങനെയാണോ ഇപ്പോൾ ഡേറ്റ ഡെവലപ്പ് ആകുന്നത് അത് വെച്ചിട്ട് നമ്മളൊരു എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, അപ്പം എനിക്കിപ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ഈ സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക്, അതായത് ഇവിടെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഒരു 30 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെ പെൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു സോണിൽ, അതായത് 3240 എന്ന് പറയുന്നൊരു സോണിലേക്ക് മാർക്കറ്റ് വരാനുള്ളൊരു പയ്യ ബിൽഡപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഇത് ഒരു ഏർലി അസസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള എന്താണ്, നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കത്തുള്ളൂ. കാരണം ഇവിടെ എന്താണ്, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്താണ് 2 പ്രാവശ്യം പുഷ് ചെയ്തു. അതായത് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്താണ്, പ്രീവിയസ് ക്യാൻഡിൽ, ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചോളാം. അതായത് ഈ ഒരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഒരു പ്രാവശ്യം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതാണ്, അപ്പ് സൈഡിലേക്ക് പോയി തിരിച്ച് ഇവിടെ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും അപ്പ് സൈഡിലെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. അതായത് മാർക്കറ്റ് 2 സൈഡിലെയും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതെന്താണ്, പയ്യെ ഒരു റേഞ്ച് ഫോർമേഷനാണ്. അപ്പം ആദ്യം മാർക്കറ്റ് ഒന്ന് റേഞ്ചിങ് ആയി കഴിയുമ്പോഴാണ് പിന്നെ ഒരു മൊമെൻറ്റം വരുന്നത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡൗൺ സൈഡിൽ നിന്നാണ് കൂടുതൽ വിക്ക് വന്നിരിക്കുന്നത്. സോ ഈ വിക്ക് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പ് സൈഡിലേക്കുള്ളൊരു പ്രോപ്പറായിട്ടുള്ള എന്താണ്, ഒരു മൊമെൻറ്റം കിട്ടേണ്ടതാണ്. പക്ഷേ അത് ഈ ഒരു സമയം വരെ മിസ്സിങ്ങും ആണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകേണ്ട സമയവും കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ പയ്യെ എന്താണ്, ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്കാണ്. എനിക്കൊരു ഗോൾഡിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നൊരു ഇപ്പം ബിയറിഷ് വ്യൂ ആണ്. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ 30 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു റിവേഴ്സൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് തിരിച്ച് എനിക്ക് ഡേറ്റാ ബേസിൽ പ്രോപ്പറായിട്ടൊരു ചെറിയ SLOട് കൂടി ട്രേഡ് എടുക്കാനുള്ളൊരു പ്ലേസ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 3240 എന്ന് പറയുന്ന പ്ലേസ് ടാർഗറ്റ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്പ് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്
ഈ ഒരു സോൺ, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത അപ്പ് സൈഡിലേക്ക് മാർക്കറ്റിന് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ഏർലി അസസ്മെൻറ്റ്. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പം അഗ്രസീവായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രേഡ് പ്ലാൻ, അതായത് ഈ 3240 വരെ എന്നുള്ളൊരു സോൺ ഇവിടെ ഓപ്പൺ ആയി കിട്ടും. കാരണം ഇതിനിടയ്ക്കൊന്നും നമുക്ക് വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഈസി മൂവ് ആകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണക്കുള്ള മൂവ്സ് ആണ് ആവശ്യം. റൈറ്റ്, ഇത് ഏകദേശം 10.45 ഒരു ഫ്ലോയിൽ വരുവാണെന്നുണ്ടെങ്കിൽ 19, അതായത് 5000 പിപ്പ് വരെ നമുക്ക് ഇവിടുന്ന് ഒരു ഫോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ കൺസോളിഡേഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഈ സോൺ ബ്രേക്ക് ചെയ്ത് കിട്ടണം ഇത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ള പോയിന്റ് മിസ്സായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കുള്ള ടാർഗറ്റ്സ് ആക്റ്റീവ് ആവും. ഇതിന് ഇങ്ങനെ തന്നെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുക. 5 മിനിറ്റ്സിൽ ഇത്തിരി ക്ലിയർ ആയിരിക്കും. റൈറ്റ്, ഇതൊന്ന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു റിവേഴ്സൽ ട്രേഡ് താഴത്തേക്ക് നോക്കാവുന്നതാണ്. സോ താങ്ക് യു ഓൾ.